ഇവള് കൊള്ളാമല്ലോ. വാടാ വാടാ. നീക്കടേ അവിടെ, നിക്കടേ അവിടെ. ഏതവനാടാ നിന്റെ മേത്ത് ചെളി തെറിപ്പിച്ചേ? അതെനിക്കൊന്നും അറിയണമല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി, അയാൾക്ക് പറ്റിയൊരു അബദ്ധമല്ലേ. ഏട്ടാ, ഞാൻ വേറെ ഷർട്ട് എടുത്തിട്ട് വരാം. വേണ്ട. എത്രയോ നന്മകള് മനുഷ്യർക്ക് വേണ്ടി ചെയ്തൊരു മന്ത്രിയാ നീ. കേരളം മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തി. ആ മഹത് വ്യക്തിയുടെ ഷർട്ടിലാ ചെളി തെറിപ്പിച്ചിരിക്കുന്നെ. ഇങ്ങനെയുണ്ടോ നന്ദി കേട്ടോ മനുഷ്യര്? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന്. എന്തോ ചേട്ടാ? ഒന്നും പറ്റിയില്ല ശേര. കാർ ഓട്ടിച്ചവരുടെ അശ്രദ്ധ കൊണ്ട് എന്റെ ദേഹത്ത് അല്പം ചെളി തെറിച്ചു, അത്രേ ഉള്ളൂ. ആ, മോളെവിടെ? എന്താ? മോള് ഇതുവരെ വന്നിട്ടില്ല പ്രതാപേട്ട. വന്നിട്ടില്ലെന്നോ? നേരെ സന്ധ്യ കഴിഞ്ഞല്ലോ. സാധാരണ ഓഫീസ് ടൈം 5 മണി വരെ അല്ലേ? ഹലോ, പറയൂ മാഡം. നീ എന്താ കരയുവാണോ? ചോദിച്ചത് കേട്ടില്ലേ, നീ കരയുവാണോന്ന്? അല്ല. നിന്റെ ശബ്ദം എന്താ അടച്ചുപോയോ? ഇങ്ങനെ അനങ്ങി അനങ്ങി ഇരിക്കാതെ പെട്ടെന്ന് ജോലി ചെയ്യടി. ഞാൻ 3-4 ദിവസം ടൂറിലായിരിക്കും. പോകുന്നതിന് മുമ്പ് എനിക്ക് ഇതെല്ലാം കിട്ടണം. പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി എനിക്ക് മെയിൽ ചെയ്യണം, കേട്ടല്ലോ? ഇങ്ങനെ വിഷമിക്കാതെ ഏട്ടാ, അവളിങ്ങ് വരൂന്നേ. എനിക്ക് വല്ലാത്ത കുറ്റബോധം ശേര. മകളെ ജോലിക്ക് വിട്ടിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അച്ഛൻ ജോലിക്കൊന്നും പോകാതെ മകളെ ജോലിക്ക് വിട്ടിട്ട് സമ്പാദിക്കുന്ന നാട്ടുകാർ പറയും. അങ്ങനെയൊന്നും ആരും പറയില്ല ഏട്ടാ, അതൊക്കെ ഏട്ടന്റെ തെറ്റിദ്ധാരണയാ. മോള് ഓഫീസിൽ നിന്ന് ഇറങ്ങിയൊന്ന് ഒന്ന് വിളിച്ചു നോക്ക് ശേഖരേട്ടാ. മോള് ഫോൺ കട്ട് ചെയ്തല്ലോ. കട്ട് ചെയ്തെങ്കിൽ ചിലപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതാ, വിഷമിക്കില്ല ഏട്ടാ. സമയം മേഡം, നേരെ ഒരുപാടായല്ലോ മേഡം. മേഡം എങ്ങനെ പോവും? 2 വീലർ ഉണ്ടോ? ഒന്നുമില്ല ഏട്ടാ, ഓട്ടോ എന്തെങ്കിലും പിടിക്കണം. ഈ സമയത്ത് ഓട്ടോ കിട്ടാൻ പാടാ, ഒരുപാട് നടക്കേണ്ടി വരും. ചേട്ടാ, ആ റോഷിനി മേഡത്തെ കണ്ടായിരുന്നോ? മേഡം പോയല്ലോ. എം ഡി ഉച്ചക്കേ പോയി. അപ്പോ അവളെന്നെ ചതിച്ചതാ. ശരി ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. മോൾ ഇത്രയും നേരം വിട്ട് വരാത്തെന്താ? ടെൻഷൻ കൊണ്ട് വയ്യല്ലോ ദൈവമേ. വീട്ടിലുള്ളവർ വിഷമിക്കുമെന്ന് ഇവൾക്കറിയില്ലേ? ഫോൺ ചെയ്തപ്പോ കട്ട് ചെയ്യുന്നല്ലേ നീ പറഞ്ഞത്? അതെ ഏട്ടാ, പിന്നെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫുവാ. അത് ചിലപ്പോ ചാർജ് തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെങ്കിലോ? ചാർജ് തീരാൻ ഇവളെന്താ ഏത് നേരം ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ ചാർജ് ചെയ്യാൻ സൗകര്യമില്ലേ? വേണോന്ന് വെച്ചാ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ഈ കാലത്ത് പറ്റും. ഇക്കാലത്തെ പെമ്പിള്ളേരല്ലേ, ഇതിലൊന്നും ഒരു ശ്രദ്ധയും കാണില്ല.
വീട്ടുകാര് വിഷമിക്കുന്നെങ്കി വിഷമിക്കട്ടെന്നായിരിക്കും അവരുടെ മനസ്സില്. സേര, നീ ഒന്ന് പോയി നോക്ക്. എടാ പ്രതാപ, നീ എന്താ ഇങ്ങനെ? അവള് 5 വയസ്സുള്ള കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പ്രായപൂർത്തിയായ വലിയ കൊച്ചല്ലേ. അവള് വന്നോളും. വലിയ കുട്ടി ആയതുകൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞത്. നീ ചെല്ലടാ. ശരി ഏട്ടാ. എന്തോ കാര്യമുണ്ടല്ലോ. ഇനി ഋതു വീട്ടിൽ തിരിച്ചെത്തിയില്ലേ? സമയത്രയായല്ലോ. ഹലോ, ഓഫീസിലെ സ്റ്റാഫുകൾ ആരെങ്കിലും ഇനി ഓഫീസിൽ നിന്ന് പോകാനുണ്ടോ? ഇല്ലല്ലോ സാർ. അവസാനം പോയ കുട്ടിയുടെ പേര് ഋതികെന്ന്. ആ കുട്ടി ഇപ്പൊ പോയതേ ഉള്ളൂ. ഒരു ഓട്ടോയിൽ കയറിയാ പോയത്. ആ അച്ഛാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം വരാം. ഏയ്, ഈ രാത്രി ഇപ്പൊ എവിടെ പോവാ? എങ്ങും പോണ്ട. അമ്മേ, ഒരു അത്യാവശ്യ കാര്യമോ, ഞാൻ പെട്ടെന്ന് വരാം. ഇപ്പൊ പോണ്ടെന്നല്ലേ പറഞ്ഞത്? എടീ, അവനെന്തെങ്കിലും അത്യാവശ്യം കാണും. പോയിട്ട് വരട്ടെ. നീ പോയിട്ട് വാടാ. ആ ശരി സാ. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അങ്ങ് അഴിച്ചു വിട്ടിരിക്കാ മോനെ. അതിനിപ്പൊ ഞാൻ പറയുന്ന ആര് കേക്കാനാ? അളിയ, ഇവള് കൊള്ളാമല്ലോ. വടാ വടാ. നിക്കടേ അവിടെ. നിക്കടേ അവിടെ.